ലൈംഗിക ചൂഷണ ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. രാജിയില്ല, സസ്പെൻഷനിൽ ഒതുക്കിയിരിക്കുന്നു നടപടി. KR സാജു വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സാജുയുടെ രാജി ഉണ്ടാകില്ല എന്ന സൂചനകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ഇപ്പോൾ സസ്പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ മന്ത്രി MP രാജേഷ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഒതുക്കൽ നടന്നിട്ടുണ്ട്, ഒരു ഒത്തുകളി നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഒരു ചോദ്യം, പ്രാഥമിക അംഗത്വത്തിന് പോലും യോഗ്യതയില്ലാത്ത ഒരാൾ എങ്ങനെ MLA സ്ഥാനത്ത് തുടരുമെന്നതാണ്. അപ്പോൾ അതിനുകൂടി കോൺഗ്രസ് മറുപടി പറയേണ്ടി വരില്ലേ? കോൺഗ്രസ് അക്കാര്യത്തിന് കോൺഗ്രസിന്റേതായ മറുപടികൾ ഉണ്ട്. കാരണം ഇതുപോലെ ആരോപണം ഉയർന്ന ആരും തന്നെ മുമ്പ് MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് ഭയമുള്ളതുകൊണ്ട് കോൺഗ്രസും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുന്നില്ല. പകരം മറ്റാരും എടുക്കാത്ത നടപടികളിലേക്ക് ഞങ്ങൾ പോകുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട നടപടിയായി കോൺഗ്രസ് വ്യാഖ്യാനിക്കും. മാത്രമല്ല, നിയമസഭയിൽ നിന്ന് സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്തുക അടക്കമുള്ള ആലോചനകളും നേതൃത്വത്തിന് പക്കലുണ്ട്. അതുകൂടി പ്രഖ്യാപിക്കുന്നതോടുകൂടി ഒരുപക്ഷെ ഒരു അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ച് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുറയ്ക്കായിരിക്കും മറ്റു നടപടികളിലേക്ക് പോകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പാർട്ടിയുടെ വിശദമായ പരിശോധനയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തെ എത്തിച്ചതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന് ഉപതെരഞ്ഞെടുപ്പ് ഭയം ഉണ്ട് എന്നുള്ളതാണ്. നിയമോപദേശം കോൺഗ്രസിന് ലഭിച്ചത് ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അതിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങിയാൽ കഴിഞ്ഞ് അതിനെ ചോദ്യം ചെയ്യാൻ പോലും കഴിയില്ല എന്ന തരത്തിലുള്ള നിയമോപദേശം കോൺഗ്രസിന് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ മാത്രം മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ VD സതീശൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളായിരുന്നു കടുത്ത നിലപാടെടുത്തത്. രാഹുലിനെ വെച്ച് മുന്നോട്ട് പോകാനാവില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ KPCC ഭാരവാഹികളടക്കം ആ നിലപാടിനൊപ്പമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കം ഇതിനു മുമ്പ് ആരോപണ വിധേയരായവർ രാജിവെച്ചിട്ടില്ല. ഇരട്ട നീതി പാടില്ല, രാഹുലിന് പറയാനുള്ളത് കൂടി കേൾക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നേതൃത്വത്തിന്റെ മുന്നിൽ വെച്ചു. മാത്രമല്ല, ഇത്തരം കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായം കൂടിയുണ്ടായി. അപ്പോഴാണ് മാതൃകാപരമായ പിന്നെ എന്ത് നടപടി സ്വീകരിക്കും, പൊതുജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയുന്നത് എന്ന പ്രശ്നം കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിൽ വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങണമെങ്കിൽ ഹൈക്കമാൻഡിന്റെ കൂടി അനുമതി വേണം. അതിനായി കേരളത്തിന്റെ തീരുമാനം അറിയിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്നൊരു റിപ്പോർട്ട് ഹൈക്കമാൻഡിന് നൽകും രാത്രിയോടുകൂടി. തുടർന്ന് ഹൈക്കമാൻഡിന്റെ അനുമതിയോടുകൂടിയായിരിക്കും ഔദ്യോഗികമായി ഈ സസ്പെൻഷൻ നടപടി പ്രഖ്യാപിക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും MLA സ്ഥാനം രാജിവെക്കില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അതുപോലും ഇപ്പോൾ ആശ്വാസകരമായ തീരുമാനമാണ്. കാരണം MLA സ്ഥാനം രാജിവെക്കണമെന്ന കടുത്ത നിലപാടെടുത്തത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായ, കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഏറ്റവും കരുത്തരായ നേതാക്കളിൽ ഒരാളായ VD സതീശനായിരുന്നു. ഒപ്പം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ രമേശ് ചെന്നിത്തലയ്ക്കും സമാനമായ നിലപാടുണ്ടായിരുന്നു. മുൻ KPCC അധ്യക്ഷന്മാരിൽ പലർക്കും ആ നിലപാടുണ്ടായിരുന്നു, MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളത്. പക്ഷേ രണ്ടാമതൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി പാലക്കാട് കോൺഗ്രസ് അടിച്ചേൽപ്പിച്ചു എന്ന സാഹചര്യം വരുന്നത് ഗുണം ചെയ്യില്ല എന്ന് വിലയിരുത്തപ്പെട്ടു. അതിനാൽ തന്നെ ആ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. പകരം സസ്പെൻഷനാണ്. ഔദ്യോഗിക ഉത്തരവ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്പസമയത്തിനകം ഇറങ്ങുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. കേരളത്തിലെ തീരുമാനം എന്താണ് എന്ന കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ KPCC അധ്യക്ഷൻ രേഖാമൂലം അറിയിക്കും. അതിനുശേഷം ഹൈക്കമാൻഡിന്റെ അനുമതിയോട് കൂടിയായിരിക്കും തീരുമാനം പ്രഖ്യാപിക്കുക. സസ്പെൻഡ് ചെയ്യും എന്ന വിവരം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനും നേതാക്കൾ കൈമാറിയിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അക്കാര്യത്തിൽ സ്ഥിരീകരണം കുറെ കൂടെ ലഭിക്കേണ്ടതുണ്ട്. സംബന്ധിച്ച് MLA സ്ഥാനത്ത് തുടരാമെന്നതേ ആശ്വാസമുള്ളൂ. പക്ഷെ അപ്പോഴും ഇവിടെ പാർട്ടി പൂർണ്ണമായും കൈവിട്ട് ഈ ആരോപണങ്ങളിൽ മേലൊക്കെ ഈ വിധം MLA സ്ഥാനത്ത് തുടരേണ്ടി വരിക, അത് തന്നെ പറയേണ്ടി വരും. തുടരേണ്ടി വരിക എന്നത് ഒരു നാണം കെട്ട ഒരു അവസ്ഥയല്ലേ?
പ്രാഥമിക അംഗത്വത്തിൽ തുടരാൻ കഴിയാതെ പോകുക എന്നത് സംബന്ധിച്ച ചില ചോദ്യങ്ങൾ ഉയർത്തപ്പെടും. അത്തരം ഒരാളെ ജനപ്രതിനിധിയായി തുടരാൻ അനുവദിക്കാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ടോ? പക്ഷേ അതൊരു രാഷ്ട്രീയമായി കോൺഗ്രസിന് ഉത്തരം പറയാൻ കഴിയും. പാർട്ടി ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നു. ജനപ്രതിനിധി എന്നത് ജനങ്ങൾ വോട്ട് ചെയ്യപ്പെട്ട് വിജയിപ്പിച്ച ആളാണ്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചോ പാർട്ടിക്ക് മുമ്പിൽ ഗുരുതരമായ ആക്ഷേപം വരുന്നു. അത് ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അങ്ങനെ അന്വേഷണത്തിന് വിധേയമാക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമം എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പ്രൈമറി മെമ്പർഷിപ്പിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു. തുടർന്ന് അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു. അങ്ങനെ അന്വേഷണ റിപ്പോർട്ട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരാണെങ്കിൽ ഒരുപക്ഷെ നിയമസഭയിൽ സമ്മേളനങ്ങളിൽ നിന്നും വിലക്കും. ഒപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതിരിക്കുക തുടങ്ങിയ നടപടികൾ അത് തന്നെ മുൻകൂട്ടി കോൺഗ്രസ് നേതൃത്വം ഇന്ന കാരണത്താലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശ്വാസമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം. കാരണം മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കൾ പരസ്യമായും രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നതാണ്. രാജി സാധ്യത തള്ളാതെയായിരുന്നു KPCC അധ്യക്ഷനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇന്നലെ സംസാരിച്ചത്. പക്ഷേ KPCC അധ്യക്ഷൻ നേതാക്കളുമായി നടത്തിയ ആശയവിനിമയത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ KPCC ഭാരവാഹികളും MPമാരും ചില MLAമാരും അടക്കമുള്ള നേതാക്കൾ MLA സ്ഥാനത്തു നിന്നുള്ള രാജി എന്ന ആവശ്യത്തെ എതിർത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർ എടുത്ത നിലപാട് ഇതൊരു ഇരട്ട നീതിയാകും എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഒരു ആരോപണം ഉണ്ടാവുമ്പോഴേക്കും കേസും കോടതിയും ഒന്നും ഇല്ലാതെ തന്നെ MLA സ്ഥാനം രാജിവെക്കുക എന്ന കീഴ്വഴക്കം ശരിയായ നടപടിയല്ല. CPM പ്രചരിപ്പിക്കുന്ന പ്രചാരണങ്ങൾക്ക് ഒത്തുപോയുള്ള നടപടികൾ എല്ലാം എടുക്കേണ്ടത് വൈകാരികമായ തീരുമാനങ്ങൾക്ക് അപ്പുറം കൂടുതൽ ആലോചനകൾ നടത്തിയുള്ള തീരുമാനങ്ങൾ, കൂട്ടായ തീരുമാനങ്ങളാണ് പാർട്ടിക്കുള്ളിൽ വേണ്ടതെന്ന അഭിപ്രായവും വന്നു. അതോടുകൂടി VD സതീശൻ എടുത്ത രാജി എന്ന കടുത്ത നിലപാടിന് പിന്തുണ കുറയുകയും പിന്നീട് നേരത്തെ കടുത്ത നിലപാടെടുത്തവർ പോലും പാർട്ടിയിലെ നേതാക്കളുടെ മനോഗതം മനസ്സിലാക്കിക്കൊണ്ട് അയയുന്ന സമീപനത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി. രാഹുലിന്റെ കാര്യത്തിൽ ഒരു നടപടി സംബന്ധിച്ച് പാർട്ടി ഒരു അന്തിമ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യും. ഇവിടെ KPCCയുടെ തീരുമാനം അവിടെ ഹൈക്കമാൻഡിനെ അറിയിക്കും. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം വരിക. എന്തായാലും സസ്പെൻഷനിൽ ഒതുക്കിയിരിക്കുകയാണ് നടപടി.